ബീക്കുവിന്റെ കുടുംബം ചെറിയ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ മധുവും പിന്നെ മകൾ മീരയും ഉണ്ട്. ദിവസം തോറും നിങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചാറ്റ് വ്യാപാരം കളഞ്ഞിട്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? കുറഞ്ഞത് നമുക്ക് നന്നായിട്ട് ആഹാരമെങ്കിലും കഴിക്കാം. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ ചാറ്റ് കട കുറെ കാലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ആ കട മര്യാദയ്ക്ക് പോകുന്നില്ലത് കൊണ്ട് എനിക്ക് ആ കട മൂടി വെക്കാൻ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കസ്റ്റമേഴ്സും വന്ന് തീർച്ചയായിട്ടും എന്റെ ചാറ്റ് ഐറ്റം കഴിക്കുന്ന വിശ്വാസമുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ കടയുടെ അടുത്തായിട്ട് രമണി ചാറ്റ് കട ഓപ്പൺ ചെയ്തോ അന്നു മുതൽ എല്ലാരും അവിടെ ചെന്ന് ചാറ്റ് കഴിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കുറെ സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചിയുള്ള ചാറ്റ് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യൂ, പക്ഷെ വീട്ടിലേക്ക് കാശ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ മീരയും കൂട്ടിക്കൊണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകും. എന്നെ കൊണ്ട് ഇങ്ങനെ വിശന്ന് ചാകാൻ പറ്റില്ല. നീ ഇങ്ങനെ പറയല്ലേ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പൈസ കൊണ്ടുവരാം. ബീക്കു അവന്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അവന്റെ കടയുടെ അരികിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ പച്ചക്കറി കടയുടെ അടുത്തായി നിന്നു. ചേട്ടാ, എനിക്ക് 2 കിലോ ഉരുളക്കിഴങ്ങും പിന്നെ 2 കിലോ ഉള്ളിയും വേണം. എല്ലാം ഫ്രഷ് അല്ലേ? എന്റെ ചേട്ടാ, നിങ്ങള് ചാറ്റ് കടയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും വേണം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആ പഴയ ഉരുളക്കിഴങ്ങും ഉള്ളി വാങ്ങിച്ചൂടെ? അത് ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നേക്കില്ലേ? ആലോചിച്ച് നോക്ക്. ഇല്ലില്ല, ഈ ചാറ്റ് കട ഞാൻ ദിവസവും ഇടുകയാണ്. എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ല ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും തരൂ. ശരി. അപ്പോഴാണ് അവിടേക്ക് രമണിക്ക് വന്നത്. എനിക്ക് 3 കിലോ ഉരുളക്കിഴങ്ങും 3 കിലോ ഉള്ളി തരൂ. ഫ്രഷ് ആയതാണോ? ഇല്ലല്ല, പഴയതനതാ. ഞാൻ കഴിക്കാൻ പോവുകയാണോ? അയ്യോ ചേട്ടാ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഇതല്ലേ കൊടുക്കാൻ പോകുന്നത്? ഇത് നല്ല കാര്യമില്ല ചേട്ടാ. എടോ, ഏത് നല്ലത് ഏത് കെട്ടതെന്ന് നീ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ഞാൻ എങ്ങനെ വേണമെങ്കിലും ഇട്ടോളൂ. നീ നിന്റെ ചാറ്റ് ഐറ്റത്തിന് ഫ്രഷ് ഉള്ള ഐറ്റം തന്നെ ഇട്ടോളൂ. എന്നിട്ട് നീ തന്നെ കഴിച്ചോ. അത് മാത്രല്ലാതെ നിന്റെ കടയിൽ ആരും വരുന്നില്ലല്ലോ കഴിക്കാൻ. ബീക്കു ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. ബീക്കുവിന് മുൻപ് തന്നെ രമൺ അവന്റെ ചാറ്റ് കട ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. രമണിക് തന്റെ കട തുറന്നതും തന്നെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ബീക്കുവിന്റെ കടയിലേക്ക് ആരും തന്നെ വന്നില്ല. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. ബീക്കു ശബ്ദമിട്ട് തന്റെ വ്യാപാരം ചെയ്തു. എങ്കിലും ആരും തന്നെ ആ കടയിലേക്ക് വന്നില്ല. പക്ഷേ രമണിക്കിന്റെ കടയിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി നെരുങ്ങി. ആദ്യം എനിക്ക് തരൂ. പറ്റില്ല, ആദ്യം ഞാനാ വന്ന, എനിക്ക് തരൂ. എല്ലാവർക്കും തരാം, ആര് ബഹളം വെക്കല്ലേ. തന്റെ കടയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ബീക്കുവിന് വിഷമം തോന്നി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും ആരും കഴിക്കാൻ വരുന്നില്ലല്ലോ. ദൈവമേ, നിങ്ങളാണ് എനിക്കൊരു വഴി കാണിക്കേണ്ടത്. ബീക്കു രാത്രി വരെ തന്റെ കട തുറന്നു വെച്ചിരുന്നു. പക്ഷെ അവൻ അന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. ഇന്നും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇന്നും എല്ലാ കസ്റ്റമേഴ്സും രമണീന്റെ അടുത്താണ് പോയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് കട തീർച്ചയായും മൂടിയേ പറ്റൂ. വീട്ടിൽ ആഹാരം ചെയ്യാൻ പോലും ഒന്നുമില്ല. ഈ അവസ്ഥ തുടർന്നാൽ പിന്നെ നമ്മൾ പട്ടിണി കൊണ്ട് ചത്തുപോകും. നീ മിണ്ടാതിരിക്കേ, എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇത് തന്നെയാണ് നിങ്ങൾ 6 മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും മാറിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, മീരയും വിളിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് കുറച്ചു ദിവസം കൂടി സമയം താ. വീട്ടിൽ ഇന്ന് മാത്രമേ ആഹാരമുള്ളൂ. നാളെ നിങ്ങൾ കാശുമായി വന്നാ നല്ലത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾ തനിച്ച് ജീവിച്ചോളൂ. എന്റെ മോള് വിശന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും എന്റെ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് നോക്കും. ശരി. ഒരു വശത്ത് ബീക്കു ചാറ്റ് വിൽക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മറ്റൊരു വശത്ത് അവന്റെ ഭാര്യ അവളുടെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ബീക്കു ദിവസവും പോലെ ചാറ്റ് റെഡി ചെയ്തു. എന്നിട്ട് അവൻ കടയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവനെ പച്ചക്കറി കടക്കാരൻ വിളിച്ചു. എന്താ ചേട്ടാ, ഇന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും നിങ്ങൾക്ക് വേണ്ടേ? ഇല്ല ഏട്ടാ, ഇന്നലെ വാങ്ങിയത് തന്നെ എന്റെ അടുത്തുണ്ട്. ശരി. ബീക്കു അവന്റെ കടയിനരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്നത്തെയും പോലെ കട തുറന്നു. അടുത്തു തന്നെ രമണും അവന്റെ കട തുറന്നു. രമന്റെ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി.
വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. അവൻ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ വന്നില്ല. ആരും തന്നെ അവന്റെ കടയിലേക്ക് വന്നില്ല. അവന് വളരെ വിഷമമായി. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് മാത്രം ഞാൻ കാശ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടാവില്ലല്ലോ. പിന്നെയും മധു എന്നെ വിട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുമല്ലോ. എനിക്കൊന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് ബീക്കുവിന്റെ കടയിലേക്ക് ഒരു വയസ്സായ അമ്മ വന്നത്. എന്തു പറ്റി മോനെ, നീ എന്തിനാ കരയുന്നത്? എന്നോട് എന്ത് പറയാനാ അമ്മേ, എന്റെ വിധി തന്നെ അതുപോലെയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്താലും ഒന്നും ശരിയായിട്ട് പോകുന്നില്ല അമ്മേ. ഞാൻ ശുദ്ധമായ സാധനങ്ങൾ കൊണ്ടാണ് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാരും രമണി കടയിലേക്കാണ് പോകുന്നത്. എന്റെ കുടുംബത്തിലുള്ളവർ എല്ലാരും ഭക്ഷണം പട്ടിണി ദാരിദ്ര്യം കൊണ്ടിരിക്കണം അമ്മേ. നീ വിഷമിക്കേണ്ട മോനെ. ഇത് മാന്ത്രിക മസാലയാണ്. ഇത് നിന്റെ ചാറ്റിൽ നീ ചേർത്താൽ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരും. പിന്നെ നിന്റെ എല്ലാ കഷ്ടവും ശരിയാകും മോനെ. വിഷമിക്കേണ്ട മോനെ. ബീക്കു ആ മസാല അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതും തന്നെ ആ അമ്മ അവിടെ നിന്നും മാഞ്ഞുപോയി. ഇവരെവിടെ പോയി? അമ്മേ, അമ്മേ. ബീക്കു ആ അമ്മയെ എല്ലാ സ്ഥലത്തും തേടി നോക്കി. പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. ഈ അമ്മ ആരാണ്? അവരെവിടെയാണ് പോയത്? അപ്പോൾ ഈ മസാല ശരിക്കും മായ മസാലയാണോ? ബീക്കു ആ മസാല ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മസാല തന്റെ ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്തു. അവൻ അങ്ങനെ ചെയ്തതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അവന്റെ കടയിലേക്ക് വന്നു. എനിക്കൊരു ചാറ്റ് തരൂ. എനിക്കൊരു ആലു ചാട്ട്. എനിക്ക് എരിവുള്ള പപ്പടി ചാട്ട്. ഇപ്പൊ തന്നെ എടുത്തു തരാം. ബീക്കു എല്ലാവർക്കും ചാറ്റ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ഒക്കെ അത് ഇൻട്രസ്റ്റോടെ കഴിച്ചു. ഒരു കസ്റ്റമർ പോയതും തന്നെ അടുത്ത കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടാണ് ബീക്കു ഇത്രയും കാശ് കാണുന്നത്. കുറച്ചു സമയത്തിനകം തന്നെ അവരുടെ ചാറ്റ്സ് ഒക്കെ കാലിയായി. ഇപ്പോൾ രമണിക്കിന്റെ കടയിൽ ആരും തന്നെ ഇല്ല. രമണി ദേഷ്യത്തോടെ ബിക്കുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ബീക്കു തന്റെ കട മൂടിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഇതാ എന്റെ മക്കളെ, ഇത് തള്ള കാശ്. ഇത്രയും നിറയെ കാശോ? ഇതാ മോളെ നിനക്കുള്ള ചോക്ലേറ്റ്. അമ്മ ഇവിടെ നോക്കൂ, അച്ഛൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. നല്ല അച്ഛൻ. ഇത്രയും കാശ് എവിടെ നിന്നാ കിട്ടിയത്? നമ്മുടെ കടയിലുണ്ടാക്കിയ കാശാണ്. ബീക്കു മധുവിനോട് ആ മാന്ത്രിക മസാലയെ കുറിച്ച് പറഞ്ഞു. വാവ്, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. എടി, ഇതിനു ശേഷം നമുക്ക് നല്ല കാലം പഴിച്ചു. ഇതിനു ശേഷം ഞാൻ വെറും കൈകൊണ്ട് വരാൻ പോകുന്നില്ല. ഒരുപക്ഷെ ആ മാന്ത്രിക മസാല കാലിയായി പോയാൽ? അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. ബീക്കു ഒരു ചാക്ക് മസാല കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ആ മാന്ത്രിക മസാല ആ ചാക്കിലേക്ക് ഇട്ടു. അപ്പോൾ മുഴുവൻ മസാലയും മാന്ത്രികയുള്ളതായി. ദൈവമേ, ഇപ്പൊ ഈ മൊത്തം മസാലയും മാജിക് മസാലയാണ്. ഇതേപോലെ എപ്പോഴും നമുക്ക് മായ മസാല കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ദിവസവും ഇത്രയും കാശ് നമുക്ക് കിട്ടുമോ? അടുത്ത ദിവസം മുതൽ ബീക്കു വളരെ സന്തോഷത്തോടെ തന്റെ കട തുറന്നു. എന്തുകൊണ്ടെന്നാൽ കട തുറന്ന ഉടൻ തന്നെ അവന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരും. ബീക്കു വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമണിക്ക് അവന്റെ കട മൂടി. ഇപ്പോൾ ആ ഏരിയയിൽ ബിക്കുവിന്റെ കട മാത്രമേ ഉള്ളൂ. എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ആ മാന്ത്രിക ചാറ്റ് മസാല കാരണമാണ് നടന്നത്. ചനാസോർഗരം ചനാസോർഗരം ചനാസോർഗരം. ബുന്ദേല മാർക്കറ്റിൽ ഈ ഒരു ശബ്ദം കേട്ടതും ജനങ്ങൾ ഹരിയാലയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ആരൊക്കെ അവന്റെ ചന്ന മസാല കഴിക്കുന്നു അവർക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹോ, ഈ ചനാസോർഗരം എന്ത് രുചിയുള്ളതാണ്. ചേട്ടാ, ഇതിനേക്കാൾ നല്ല ചന്ന മസാല വേറെ എവിടെയും കിട്ടില്ല. അയ്യോ ചേട്ടാ, നിങ്ങൾ ഇതിൽ എന്താ ഇടുന്നത്? അയ്യോ ചേട്ടാ, നമ്മളുടെ സ്പെഷ്യാലിറ്റി തന്നെ ആ മസാലയാ. ആ മസാലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഓ, കൊള്ളാം കൊള്ളാം. എനിക്ക് 20 രൂപയ്ക്ക് കുറച്ചുകൂടി തരൂ. ഞാനിത് കൊണ്ടുപോയി എൻ്റെ കുട്ടികൾക്കും കുറച്ച് കൊടുക്കട്ടെ. ഹാ ഹാ, ശരി ചേട്ടാ, ശരി. ഹരിയാദിലെ പോകുന്നവർക്ക് ചന്ന മസാല വിറ്റുകൊണ്ടിരിക്കും. പിന്നെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വരുമാനവും കിട്ടിക്കൊണ്ടിരുന്നു. സന്ദീപ് ഹരിയായെ ദിവസവും കണ്ട് ദിവസവും തന്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ഹരിയുടെ കയ്യിൽ വണ്ടിയുമില്ല, കടയുമില്ല, എന്നിട്ടും സമ്പാദിക്കുന്നു. എന്നാൽ
ഒരു കടയുമിട്ട് വെറുതെ ഇരിക്കുകയാണ്. എന്നിട്ട് പോലും ഒരു കസ്റ്റമേഴ്സും വരുന്നില്ല. ബുന്ദേലയിൽ ഇരിക്കുന്നവർക്ക് ചന്നാ മസാലയാണ് ഒരുപാട് ഇഷ്ടമെന്ന് തോന്നുന്നു. ആ, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾക്കും ചന്നാ മസാല വിറ്റുകൂടെ? ആ, ഞാനും അതിനെക്കുറിച്ചാ ചിന്തിച്ചത്. നാളെ തന്നെ ചെനാസോറ് കരവും പിന്നെ മസാലയും കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കോളാം ആ ഹരിയെ എങ്ങനെ സമ്പാദിക്കുന്നെന്ന്. ചന്നാ മസാല വിൽക്കുന്നത് വളരെ എളുപ്പമായിരിക്കുമെന്ന് സന്ദീപും അവന്റെ ഭാര്യയും വിചാരിച്ചു. അടുത്ത ദിവസം സന്ദീപ് അവന്റെ പൊരിക്കടയിൽ ചന്നാ മസാലയെ വിൽക്കാനായി വച്ചു. പിന്നെ പുറത്ത് ചന്നാ മസാലയുടെ ബോർഡും വച്ചു. ആ ബോർഡ് കണ്ട ഒരു സ്ത്രീ അവന്റെ കടയിലേക്ക് വന്നു. ആഹാ ചേട്ടാ, നിങ്ങള് ചന്നാ മസാല വിൽക്കാൻ തുടങ്ങിയോ? ആ, അതെ ചേച്ചി, ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരട്ടെ? ആഹാ, ചെയ്തു തരൂ. ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ രുചിച്ചു നോക്കട്ടെ. ഹരിയ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ അത്ര നന്നായിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു പേർ വന്ന് സന്ദീപ് ചെയ്യുന്ന ചന്നാ മസാല കഴിച്ചു നോക്കി. അവര് സന്ദീപിനോട് ഇതാണ് പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞ് ഹരിയ ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടേ വന്നപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഹരിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ചേട്ടാ, എനിക്ക് 20 രൂപയ്ക്ക് തരൂ. ആ, എനിക്കും. കസ്റ്റമേഴ്സ് ഇങ്ങനെ പോകുന്നത് കണ്ട് സന്ദീപിന്റെ അസൂയ വീണ്ടും കൂടി വന്നു. അയ്യോ, ഈ ഹരിയെ കസ്റ്റമേഴ്സിനെ കിട്ടാൻ എന്ത് മായാജാലമാ ചെയ്തത്? നിങ്ങൾ ചോദിച്ചില്ലേ, അദ്ദേഹത്തിന്റെ മസാലയിൽ എന്തോ മായാജാലമുണ്ട്. പിന്നെ ഇത് ഞാൻ കേട്ടു, ആ മസാല അദ്ദേഹത്തിന്റെ പൂർവികരുടെ മസാലയാണെന്ന്. അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൂപ്പൻ കാലത്ത് ഇത് പറഞ്ഞിട്ട് പോയതാണെന്ന്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും? നിങ്ങളും ആ മസാല എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചോളൂ. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമാണോ? അതത്ര എളുപ്പമല്ല, പക്ഷേ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. മധു സന്ദീപിന്റെ ചെവിയിൽ അവളുടെ ഐഡിയ പറഞ്ഞു. പിന്നെ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഹരിയുടെ വീടിന് പുറത്ത് ഒരു 15 വയസ്സുകുട്ടി ഭിക്ഷാടനത്തിന് വന്നു. അവൻ ഹരിയുടെ വാതിലിൽ മുട്ടി. ചേട്ടാ, എനിക്ക് ഭക്ഷണം തരുമോ? 2 ദിവസമായി കഴിച്ചിട്ട്. ഹരിയ ദയുള്ളവനായിരുന്നു. അദ്ദേഹം വീടിനകത്ത് ചെന്ന് അവന് വേണ്ടി ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. ആ പയ്യൻ വളരെ വേഗത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പ ഹരിയ പയ്യനോട് ചോദിച്ചു, നീ ഇവിടെ തന്നെ എന്ത് ചെയ്യുകയാണ്? നിന്റെ അച്ഛനും അമ്മയും എവിടെ? അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം അമ്മ മരിച്ച് 2 മാസമായി. അന്ന് മുതൽ ഞാനൊരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരികെയാ. വിശക്കുന്നു. ആരും എനിക്ക് ജോലി തരുന്നതേയില്ല. അയ്യോ, കരയാതെ മുന്നാ, ഞാനിവിടെ ഇല്ലേ? നീ എന്റെ അടുത്ത് തന്നെ ജോലി നോക്ക്. നിനക്ക് ഞാൻ വയറ് നിറയെ ആഹാരം തരാം. അതുപോലെ നിനക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കാം. താങ്കൾ യഥാർത്ഥത്തിൽ എന്റെ ദൈവമാ. അയ്യോ, കരയാതെ. അത് പോട്ടെ, നിന്റെ പേരെന്താണ്? അത് എന്റെ പേര് മുരളി ശർമ്മ. ആ, ശരി. ഇന്നു മുതൽ നിനക്ക് എന്റെ കൂടെ തന്നെ താമസിക്കാം. നിനക്കിവിടെ ഒരു ശല്യവും കാണില്ല. നന്ദി ചേട്ടാ, ഒരുപാട് നന്ദി. ഹരിയ അനാഥ മുരളിക്ക് വാസസ്ഥലം കൊടുത്തു. ഹരിയ മുരളിയെ മാർക്കറ്റിലേക്കും കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ പണിയും എടുപ്പിക്കുമായിരുന്നു. കൊണ്ടുപോയി 1 കിലോ തക്കാളി വാങ്ങി വാ. ബാക്കി 10 രൂപ നിന്റെ കയ്യിൽ വെച്ചോ. നിനക്കെന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ കഴിച്ചേക്ക്. നന്ദി ചേട്ടാ. കുറച്ചു ദിവസത്തിൽ ഹരിയയ്ക്കും മുരളിക്കും നല്ല ബന്ധം വന്നു. ഹരിയ എപ്പോഴും തന്റെ മസാല അടുക്കളയുടെ വാതിൽ അടച്ചാണ് ഉണ്ടാക്കുക. പക്ഷെ ഒരു ദിവസം മുരളി അടുക്കളയുടെ ജനാലയിൽ നിന്ന് എല്ലാം കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞ് മുരളി ഹരിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പോകുവാണ്. എന്നാൽ എവിടേക്ക്? ഇന്ന് ബസാറിൽ പോയപ്പോൾ എന്റെ ചേച്ചിയെ ഞാൻ കണ്ടു. അതാരാണ്? എന്റെ ആദ്യത്തെ ചേച്ചി. അവർക്ക് ബേൽപൂരി കടയുണ്ട്. ആഹാ, അപ്പോൾ നീ സന്ദീപിന്റെ ബന്ധുവാണോ? ഇതെന്താ നീ നേരത്തെ പറയാത്തത്? അത് പിന്നെ ഞാൻ ചേച്ചിയെ മാർക്കറ്റിൽ വെച്ച് കണ്ടതാ. അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി കരഞ്ഞുപോയി.
ചേച്ചി എന്നെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. ഇനിയും താങ്കൾക്കൊരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ താങ്കൾ ചെയ്തതിനെല്ലാം നന്ദി. കുഴപ്പമില്ല. എന്തോ തെറ്റാണെന്ന് ഹരിയയ്ക്കിത് മനസ്സിലായി. ഹരിയുടെ മസാല രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി മധുവാണ് മുരളിയെ അയച്ചത്. മധുവും മുരളിയും ചേർന്ന് ആ മസാലയെ ഉണ്ടാക്കി. ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും തരൂ എന്ന് പറഞ്ഞ് ചോദിക്കും. ഇവിടെ സ്പെഷ്യൽ സോർഗരം. ഒരു തവണ വന്ന് കഴിച്ചു നോക്കൂ. ഒന്ന് ഉണ്ടാക്കി തരൂ. നിങ്ങളുടെ സ്പെഷ്യൽ മസാല എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കാം. ആഹാ, വാങ്ങിച്ചോളൂ. സന്ദീപ് ചെന്നൈയിൽ ആ രഹസ്യ മസാല കലർന്നു കൊടുത്തു. ഇതാ എടുത്തോളൂ. എരിയുന്നു, എരിയുന്നു, എരിയുന്നു. ഇത്ര എരിവോ? മധു ആ സ്ത്രീക്ക് വെള്ളം കൊടുത്തു. ഇതാണോ നിങ്ങളുടെ സ്പെഷ്യൽ മസാല? അതോ മുളക് പൊടിയോ? എത്ര എരിവാണ്! എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതാണോ നിങ്ങൾ? ആ സ്ത്രീ സന്ദീപിന്റെ മധുവിനെ നന്നായി ചീത്ത പറഞ്ഞിട്ട് പോയി. സന്ദീപും മധുവും മുരളിയെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിട്ടല്ലേ പറഞ്ഞത്? അപ്പോഴാണ് അവിടെ ഹരിയ വന്നത്. ഇവിടെ നോക്കണം മോനെ, നീ പറഞ്ഞതെല്ലാം ശരിയാ. എന്നാൽ ഞാൻ ചെയ്തതാണ് തെറ്റ്. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന്. കാരണം നീ എത്രത്തോളം തടിച്ചിട്ടാണ്. എവിടെയെങ്കിലും ദരിദ്രനായ ഒരു കുട്ടിക്ക് ഇത്രയും വണ്ണം കാണുമോ? എടാ സന്ദീപ്, ഞാൻ ഉപയോഗിക്കുന്ന മസാലയെക്കുറിച്ച് നിനക്ക് അറിയണോ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഹരിയ ഒരുപാട് ബുദ്ധിശാലിയാണ്. അദ്ദേഹത്തിന്റെ രഹസ്യത്തെ രഹസ്യമായി തന്നെ വച്ചു. അമീർ ചന്ദ് പട്ടണത്തിൽ ഫാഫ്റ്റയാണ് വിൽക്കുന്നത്. അദ്ദേഹത്തെ ജയ് എന്നൊരു പയ്യൻ സഹായിക്കുന്നുമുണ്ട്. അമീർ ചന്ദ് ജയ്ക്ക് മാസാവസാനം കുറച്ച് പൈസ കൊടുക്കും. ജയ്യുടെ ചിലവിന് ആ പൈസ മതിയാവുന്നതാണ്. അവന് അച്ഛനമ്മ ആരുമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ അവൻ തള്ളുവണ്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. എല്ലാവരും ഫാഫ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അമീർ ചന്ദ് വന്നത്. ആ കൊള്ളാമല്ലോ, നീ നന്നായി ജോലി നോക്കുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുൻപ് എല്ലാ ജോലിയും തീർത്തല്ലോ. നമ്മുടെ കടമ നമ്മൾ നല്ലതുപോലെ ചെയ്യണം. ആ, ഒരു കാര്യം ഞാൻ നിന്നോടങ്ങ് പറയാൻ മറന്നുപോയി. അതെന്താ? ഞാനൊരു പുതിയ കട ഓപ്പൺ ചെയ്യാൻ പോകുക. അതെന്തായാലും നന്നായി. കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം. ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ പാപ്പഡ് വിറ്റേക്ക്, ഞാൻ വൈകുന്നേരം വരാം. അമീർ ചന്ദ് അവിടെ നിന്ന് പോയി. അപ്പോഴാണ് അവിടേക്ക് രാഘവ് എന്ന പയ്യൻ വന്നത്. അവൻ ഫാഫ്റ്റ വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ രാഘവ് ദൂരെ നിന്നാണ് ഫാഫ്റ്റ നോക്കിയിരുന്നത്. അപ്പൊ ജയ് അവനോട് ഇങ്ങനെ ചോദിച്ചു. എന്ത് പറ്റി രാഘവ്? ഇന്ന് പാപ്പഡ് കഴിക്കാൻ വന്നില്ലല്ലോ. ഞാൻ പാപ്പഡ് കഴിക്കാൻ വന്നു, എന്നാൽ വരുമ്പോൾ ഞാൻ പണം എടുത്തിട്ടില്ലായിരുന്നു. താനെന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ തനിക്ക് കഴിക്കാൻ പണം തരാം. ഒരുപാട് നന്ദി. ഞാൻ തനിക്ക് പിന്നെ പണം തരാം. രാഘവ് ഫാഫ്റ്റ കഴിച്ചിട്ട് പോയി. ഇതുപോലെ അവിടേക്ക് വരുന്ന ഒരുപാട് പേർക്ക് ജയ് ഫാഫ്റ്റ കൊടുത്തുകൊണ്ടിരുന്നു. അത് അമീർ ചന്ദിന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൈകുന്നേരം അമീർ ചന്ദ് തിരിച്ചു വന്നു. ഇന്ന് എത്രത്തോളം സെയിലായി? ഇന്ന് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് നാളെ നോക്കാം. ആ, എന്നാൽ എന്താ? ആ, ഞാൻ ചിന്തിച്ചത് കുറച്ച് പാപ്പഡ് എടുത്തുകൊണ്ടുപോയി റോഡിലിരിക്കുന്നില്ലേ, അവർക്കൊക്കെ കൊടുക്കാമെന്നാ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചിന്തിച്ചു, അത്രേ ഉള്ളൂ. പാവം, അവർക്ക് സഹായമാകുമല്ലോ. അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം, ഇനി ആർക്കെങ്കിലും നീ ഫ്രീ ആയി ഫാഫഡ് കൊടുത്താൽ ഞാൻ നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കും. എന്നാൽ മുതലാളി, നീ പോയിട്ട് നാളെ രാവിലെ വാ. ജയ് പുറപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ജയ് എപ്പോഴും പോലെ കടയിലേക്ക് വന്നു. പിന്നെ ഫാഫ്റ്റ വിൽക്കാനും തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അവിടേക്ക് ഒരു പിച്ചക്കാരൻ വന്നത്. എനിക്ക് ഒരുപാട് വിശക്കുന്നു. കഴിക്കാൻ നിങ്ങൾ എന്തെങ്കിലും തരാമോ? ആ, ഇവിടെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് ദിവസമായി മോനെ വല്ലതും കഴിച്ചിട്ട്. എന്തെങ്കിലും കഴിക്കാൻ തരൂ. ഒരിക്കൽ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ലേ? ആ, മുതലാളി, ഇദ്ദേഹം കഴിക്കുന്നതിന്റെ പണം ഞാൻ തരാം. ആ, ശരി. നീ അയാൾക്ക് പാഫഡ് കൊടുത്ത് നിന്റെ കയ്യിലുള്ള പണം എല്ലാം ചിലവാക്ക്. നാളെ മുതൽ ഇവിടെ വരണ്ട. അമീർ ചന്ദ് ജയിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആ പിച്ചക്കാര ഫാഫ്ഡ കഴിച്ചു. പിന്നെ അവൻ ജയ്യോട് ഇങ്ങനെ പറഞ്ഞു. നീ എനിക്ക് വേണ്ടി നിന്റെ ജോലി തന്നെ നഷ്ടപ്പെടുത്തി. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതോർത്ത് എനിക്ക് ഒരു വിഷമവുമില്ല. താങ്കൾക്ക് ഒരുപാട് വിശന്നില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തത്. എന്റെ ജോലി പോയാലും കുഴപ്പമില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. നീ ഇനി എന്ത് ചെയ്യും?
അതാണ് എനിക്കും മനസ്സിലാകാത്തത്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ വീട് പോലുമില്ല. ഞാനും ഇപ്പോൾ തെരുവിലായി, അനാഥയുമായി. എന്റെ അടുത്ത് ഒരു മാന്ത്രിക പാഫഡ് മെഷീൻ ഉണ്ട്. അതിരാവിലെ എന്തിനാ മുത്തശ്ശ ഇങ്ങനെ തമാശ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാ മോനെ. ഞാൻ ആ മാന്ത്രിക മെഷീൻ കൈമാറാൻ അതിന് യോഗ്യതയുള്ള ഒരാളെ അന്വേഷിക്കുകയായിരുന്നു. ആ ശരി, നീ എന്നെ ഇവിടെ വന്ന് കാണും. ഞാൻ വേഗം മാന്ത്രിക ഫയർ മെഷീൻ എടുത്തുകൊണ്ടുവരാം. പിച്ചക്കാരൻ അവിടെ നിന്ന് പോയി. ജയം അവിടെ ഇവിടെ നിന്ന് ചുറ്റിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ ആ തള്ളുവണ്ടിയിൽ അമീർ ചന്ദ് തന്നെ ജോലിയെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് അമീർ ചന്ദ് വളരെയധികം വെറുത്തുപോയി. ഞാൻ ദേഷ്യം വരുമ്പോൾ എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാ കാര്യവും ഇപ്പം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഇത്രയും കസ്റ്റമേഴ്സിനെ ഞാൻ തനിച്ച് എങ്ങനെ മാനേജ് ചെയ്യും? എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ജയ് പട്ടിണിയായിരിക്കും കിടക്കുന്നത്. അവന് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. എല്ലാം മനസ്സിലാകുമ്പോൾ അവൻ തന്നെത്താനെ ഇങ്ങ് വന്നോളും. അമീർ ചന്ദിന് ജയ്യുടെ കഷ്ടപ്പാട് മനസ്സിലായതും അദ്ദേഹം വളരെ സന്തോഷിച്ചു. പക്ഷെ ജയ് എല്ലാ തെരുവിലും ചുറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ വൈകുന്നേരവുമായി. ജയ്ക്കിപ്പോ വിശക്കാനും തുടങ്ങിയിരുന്നു. എനിക്ക് ഒരുപാട് വിശക്കുന്നു. ശരി, ഭക്ഷണം കഴിക്കാം. എന്നാൽ രാത്രി ഭക്ഷണത്തിന് എവിടെ പോകും? പിച്ചക്കാരന് തിരിച്ചു വന്നേയില്ല. ജയ്ക്കിപ്പോ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ രാത്രിയുമായി. ഇന്ന് റോഡിൽ കിടന്ന് വേണം ഉറങ്ങാൻ. ഓ, എന്തൊരു തണുപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ജയ് അന്വേഷിച്ച ആ പിച്ചക്കാരൻ വന്നത്. അവന്റെ കയ്യിലൊരു മെഷീനും ഉണ്ടായിരുന്നു. ആ പിച്ചക്കാരനെ കണ്ടതും ജയ് വളരെ സന്തോഷിച്ചു. ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു, നിന്നെ കണ്ടെത്താനേ പറ്റിയില്ല. ഞാൻ താങ്കൾ തിരിച്ചു വരില്ല എന്നാണ് കരുതിയത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇങ്ങി വന്നു. ഇത് മാന്ത്രിക പാഫ്ഡ ഫയർ മെഷീനാ. ഇതുപയോഗിച്ച് നിനക്ക് പാഫ്ഡ ഉണ്ടാക്കാം. ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും? അതിന് നിന്റെ സുഹൃത്ത് രാഘവ് വരും. അതെയോ? അവൻ ഒരാളെ സഹായിച്ചാൽ അവർക്ക് വേണ്ടി തിരിച്ചും സഹായിക്കും. അതേസമയം രാഘവും അവിടേക്ക് വന്നു. രാഘവ് ഒരു തള്ളുവണ്ടിയിൽ എന്തൊക്കെയോ സാധനം കൊണ്ട് വന്നിരുന്നു. ഇതൊക്കെ എന്താ? നീ വളരെ നന്നായി പാഫ്ഡ ഉണ്ടാക്കുന്നു. നിനക്കിപ്പോൾ വേണമെങ്കിൽ നിന്റെ കട തുറക്കാം. എന്താ, സത്യമായിട്ടും? അതെ, ഈ മെഷീൻ നിന്നെ ഉറപ്പായും സഹായിക്കും. പിച്ചക്കാരൻ ആ മെഷീനെ ഉപയോഗിച്ച് കാണിച്ചു. ആ മെഷീനിൽ ഫാഫ്ഡ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇട്ടുകൊടുത്തു. മെഷീനിൽ നിന്ന് തീ വന്നു. പിന്നെ അടുത്ത നിമിഷത്തിൽ മറ്റൊരു ഭാഗത്തു നിന്ന് ഫാഫ്ഡയും വന്നു. ജയ് ഇത് കണ്ട് ഒരുപാട് ഷോക്കായി. ഇതെങ്ങനെ? ആ, ഇത് മാന്ത്രികമാണ്. ഈ ചൂടടിച്ചാൽ നിനക്ക് തണുക്കുകയേയില്ല. നിനക്ക് എത്രത്തോളം വേണോ അത്രയും പാഫ്ഡ ഇത് ഉണ്ടാക്കി തരും. എന്നാൽ ഓർമ്മയിരിക്കട്ടെ, ഇതിൽ ജോലി ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ദുഷ്ടചിന്തയും പാടില്ല. ആ ശരി, ഞാൻ ഇതുപയോഗിച്ച് എല്ലാവരുടെയും വിശപ്പകറ്റി മാറ്റും. ആ, ഞാനും നിന്റെ കൂടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായും നിനക്ക് എന്റെ കൂടെ ജോലി നോക്കാം. ശരി, നമുക്ക് നാളെ തന്നെ ജോലി തുടങ്ങാം. ഞാനിപ്പോൾ പോകുന്നു. വേറെയും പലർക്കും എന്റെ സഹായം ആവശ്യം വന്നേക്കാം. ജയ്യ രാഘവും അവനെ നന്ദി പറഞ്ഞു. അവനും പുറപ്പെട്ടു പോയി. അടുത്ത ദിവസം മുതൽ ജയ്യ രാഘവും ഫാഫ്ഡ വിൽക്കാനായി തുടങ്ങി. തുടക്കത്തിൽ ഒരു കസ്റ്റമറും വന്നേയില്ല. നമ്മൾ ഈ പാഫഡ് എല്ലാം വിറ്റ് തീർക്കുമോ? ഇപ്പോൾ ആർക്കും നമ്മളെ കുറിച്ച് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ആരും വരാത്തത്. എല്ലാവരെയും ഞാനൊന്ന് അറിയിച്ചിട്ട് വരാം. രാഘവ് ഫാഫ്ഡയ്ക്ക് വേണ്ടി പരസ്യം നൽകി. എല്ലാ പാവപ്പെട്ടവരും പണക്കാരും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. അവരൊരു വലിയ കട തന്നെ തുടങ്ങി. അമീർ ചന്ദ് തന്റെ കട ഇപ്പൊ അടയ്ക്കേണ്ടിയിരുന്നു. അദ്ദേഹം ദരിദ്രനുമായി. ഒരു ദിവസം അമീർ ചന്ദ് വളരെ വിശപ്പോടെയിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് പൈസയുമില്ല. അദ്ദേഹം ജയ്യുടെ കടയിൽ ഫാഫ്ഡ കഴിക്കാൻ വന്നു. എന്റെ കയ്യിൽ പണമില്ലടൂ. എന്നാൽ എനിക്ക് ഒരുപാട് വിശക്കുന്നു. കുഴപ്പമില്ല മുതലാളി, നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളൂ. അമീർ ചന്ദ് ജയ്യെ കണ്ടത് വളരെ ഷോക്കായി. മുതലാളി, സമയം ഒരു വട്ടം പോലെയാ. മുകളിലുള്ള ആൾ താഴെ വരും. അമീർ ചന്ദ് ഫാഫ്ഡ കഴിച്ചു. തന്റെ തെറ്റ് മനസ്സിലാക്കി വിഷമിച്ചു. ജയ്യും രാഘവും ഇതുപോലെ സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ അവർ പണക്കാരുമായി.